അരലക്ഷം കടന്ന് സ്വർണ്ണവില പവന് 1040 രൂപ കൂടി 50,400 രൂപയിലെത്തി. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശ്രുതി പ്രകാശ് നൽകും. ശ്രുതി, ഇപ്പോൾ അരലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണവില. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു 50,400 രൂപയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ പറഞ്ഞതുപോലെ തന്നെയാണ്, സർവകാല റെക്കോർഡിലാണ് ഇന്നത്തെ സ്വർണ്ണവില ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,00,000 കടന്നിരിക്കുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് 1000 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1040 രൂപ വർദ്ധിച്ച് 50,400 രൂപയിലാണ് ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ 6,300 രൂപ നൽകണമെന്നാണ്. ഒരു ഗ്രാം സ്വർണത്തിന് 130 രൂപ കൂടി 6,300 രൂപയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1,00,000 കടന്നിരിക്കും. ഒരു പവൻ സ്വർണം നമ്മൾ വാങ്ങണമെങ്കിൽ 1,00,000 രൂപ കൊടുക്കണം എന്നുള്ള കാര്യത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കല്യാണ സീസണൊക്കെ കടക്കാൻ പോവുകയാണ്, വിഷു വരാൻ പോവുകയാണ്, റംസാൻ വരാൻ പോവുകയാണ്. ഈ സമയങ്ങളിലൊക്കെ സ്വർണം വാങ്ങേണ്ട ഒരു തിരക്കൊക്കെ ഉണ്ടാകും. ഈ സമയത്താണ് ജനങ്ങൾക്ക് തിരിച്ചടിയായി ഈ 1,00,000 രൂപയിലേക്ക് ഈ സ്വർണം വില എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ മാർച്ച് മാസം ആണ് ആദ്യവാരമാണ് ഏറ്റവും കുറഞ്ഞ പവൻ്റെ വില രേഖപ്പെടുത്തിയിരുന്നത്. അത് 46,320 രൂപയായിരുന്നു. ഇത് 46,320 രൂപയായിരുന്നു ഈ ആദ്യവാരം ഉണ്ടായിരുന്നത്. ഈ മാർച്ച് അവസാനിക്കുമ്പോൾ ഇപ്പോൾ 1,00,000 രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും വിലയുടെ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 50,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇനി നൽകേണ്ടിയിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണവില കൂടാൻ കാരണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയെ മാറ്റങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ തിരിയുന്നതുമാണ് സ്വർണ്ണവില ഉയരാൻ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തെ വില പരിശോധിച്ചാൽ സ്വർണത്തിന് 30,000-ഓളം രൂപയുടെ വർധനവാണ് ഒരു പവനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. 2015 നോക്കുമ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവില $1,300 പവൻ്റെ വില ആ സമയത്ത് 21,200 രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നുകൊണ്ടിരുന്നത്. ഗ്രാമിന് വില അന്ന് 2,650 രൂപയായിരുന്നു. ഇന്ന് അത് 2,234 രൂപ എന്നുള്ള തരത്തിലാണ് അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ കാണിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഒരു പവൻ സ്വർണ്ണവില ഇന്ന് 50,400 രൂപയിലും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില 6,300 രൂപയിലും ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഒരു പവൻ സ്വർണ്ണാഭരണമായി ഇന്ന് വാങ്ങണമെങ്കിൽ ഇപ്പോൾ 1,00,000 രൂപ ഒരാൾ കൊടുക്കണം എന്നുള്ളതാണ്. ഈ 1,00,000 രൂപ 50,400 രൂപ എന്ന് പറയുന്നത് 50,400 രൂപ കൊടുത്താൽ ഒരു പവൻ സ്വർണ്ണം എന്തായാലും കിട്ടില്ല. അതിൽ ഈ പണിക്കൂലിയും ഒക്കെ നൽകുകയാണെങ്കിൽ 55,000 രൂപയോളം നൽകിയാൽ മാത്രമേ ഒരു പവൻ സ്വർണം ഒരാൾക്ക് വാങ്ങിക്കാൻ കഴിയൂ എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതായത് 1,00,000 രൂപ എത്തിയിരിക്കുന്നു ഒരു പവൻ്റെ സ്വർണത്തിൻ്റെ വില. സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു. വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇനി വിഷു വരുന്നു, റംസാൻ വരുന്നു, കല്യാണ സീസണൊക്കെ വരുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് സ്വർണം വാങ്ങേണ്ട ഒരു സമയമൊക്കെയാണ്. ഈ സമയത്താണ് 1,00,000 രൂപ കടന്നിരിക്കുന്നത്. വൃന്ദ. ശ്രുതി, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 49,000 രൂപ, 48 എന്നീ നിലകളിലായിരുന്നു സ്വർണത്തിന്റെ പോക്കെങ്കിൽ ഒറ്റയടിക്കാണ് 1,000-ലധികം രൂപ കൂടി ഇപ്പോൾ 50,400 രൂപയിൽ എത്തിയിരിക്കുന്നത്. ഈ സ്വർണത്തിന്റെ വില കുറയാൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അത് തന്നെയാണ് വൃന്ദ സൂചിപ്പിച്ചത്. മാർച്ച് ആദ്യവാരം 46,000-ൽ നിന്ന് സ്വർണ്ണവിലയാണ് ഈ മാർച്ച് അവസാനമാകുമ്പോഴേക്കും 1,00,000 കടന്നിരിക്കുന്നത്. അത്രയും വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 1,000 രൂപയുടെയൊക്കെ കുറവ് ഇനി രേഖപ്പെടുത്തും എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം വിലയിലാണ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. 50,400 രൂപ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്കറിയാം ഓരോ ദിവസവും കുറയുന്ന കാര്യത്തിൽ 100 രൂപ, 200 രൂപ, 500 രൂപ നിലയിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇത് ഒറ്റ ദിവസം കൊണ്ട് 1,000 രൂപ കൂടി എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. 1,00,000 50,400 രൂപ ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ പണിക്കൂലി അടക്കം 55,000
55,000-ൽ കൂടുതൽ നൽകേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറയുക എന്ന് പറയുന്നത് അതിൽ വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും കുറയാൻ സാധ്യത ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ കൂടാൻ കാരണമായി പറയുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴും അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സ്വർണ്ണവിലയിൽ ഈ വർധനവ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വിലയിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വ്യക്തമാണ്. സർവകാല റെക്കോർഡിലേക്ക് സ്വർണത്തിന്റെ വില കുതിക്കുന്നു. 1,00,000 കടന്ന സ്വർണ്ണവില പവന് 1,040 രൂപ കൂടി 50,400 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രുതി.